നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോനെ? പറയാം. അയാളെയും കൊണ്ടുവാ. സാർ. ഇയാള് നാടോടിയായ ഒരു ലാട വൈദ്യന്. ഇയാള് വിറ്റത് ആ അബോഷനുള്ള പച്ചമരുന്ന്. ഇയാള് വിറ്റ പച്ചമരുന്നോ? അതെ മുത്തശ്ശി, ഇയാള് വിറ്റതാണെന്ന് തുറന്ന് സമ്മതിക്കുന്നു. ആ മരുന്ന് ഈ വീട്ടിലുള്ള ആരോ ഒരാള് വാങ്ങിച്ചിട്ടുണ്ട്. അതാരാണെന്ന് ആളെ കണ്ടാൽ ഇയാൾക്ക് മനസ്സിലാവുമല്ലോ. അതിന് ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പറയടാ, ഇവരിൽ ആരാടാ ആ മരുന്ന് വാങ്ങിയത്? ഈ കുട്ടിയാണോ തന്നോട് മരുന്ന് വാങ്ങിയത്? അല്ല, എന്റെ നിന്ന് മരുന്ന് വാങ്ങിയത് ഒരു പുരുഷനായിരുന്നു. അപ്പോ ആ സംശയം തീർന്നല്ലോ. പിന്നാരാ മരുന്ന് വാങ്ങിയെന്ന് പറയടാ. പറയടാ, ഇവരിൽ ആരാ മരുന്ന് വാങ്ങിയത്? ഇവരാരുമല്ല. ഏതായാലും എന്റെ മീനാക്ഷിയല്ല. മീനാക്ഷിയുടെ പെടലേക്ക് കെട്ടിവെക്കാനായിരുന്നല്ലോ എല്ലാവർക്കും തിടുക്കം. എന്തേതിന്റെ ചേട്ടത്തി സാവിത്രി, അവളോട് പോയി പറഞ്ഞേക്ക് മീനാക്ഷി അല്ലാന്ന്. താമസിക്കോ. എന്തായാലും എല്ലാരോടും കൂടി ഒരു വാക്ക്. ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ഞാൻ കണ്ടെത്തും. അതിന് സംശയം വേണ്ട. ആളെ പിടിച്ച അവനെ പിന്നെ ഈ ചെമ്പകമംഗലത്ത് ഞാൻ വാഴിക്കില്ല. അടിച്ചു പുറത്താക്കിയിരിക്കും, തീർച്ച. മകം പിറന്ന ഒരു മങ്ക തറവാട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ഐശ്വര്യവും രാജയോഗവും ഗജകേശ്വരി യോഗവും മഹായോഗവും ഒക്കെ ഉണ്ടാവും. എന്നാ ജോത്സരെ,
കാര്യം വിശദീകരിച്ചു പറയൂ. മകൻ പിറന്ന മങ്കയെ ഈ തറവാട്ടിലേക്ക് പടിയേറ്റ് നടത്തി സ്വീകരിക്കണം അവളുടെ അമ്മ. അതിന് അവളുടെ അമ്മ മാർഗയ മരിച്ചുപോയി. പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെയോ കാണുന്നല്ലോ. അത് ഞാനാ. മനസാല സ്വീകരിച്ചാൽ മാത്രം പോരെന്ന നക്ഷത്രയോഗത്തിൽ തെളിയുന്നത്. ജോത്സരെ, പടിയേറ്റ് നടത്തി ഞാൻ അവളെ മകളായിട്ട് സ്വീകരിച്ചോളാം. അതിലും ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെ തറവാട്ടിൽ നിന്ന് ഇരിക്കപ്പിണ്ടം വച്ചതായി കാണുന്നു. ജ്യോതിഷം കളവ് പറയില്ല. നേരാണോ? നേരാ ജോത്സരെ. ഇനി ഞാൻ വ്യക്തമായി പറയാം. മകനെ ഇരിക്കപ്പിണ്ടം വെച്ച് പുറത്താക്കിയപ്പോ ഈ കുട്ടിയെ നന്ദിനി ദത്തുപുത്രിയായി സ്വീകരിക്കുമ്പോ ആചാരപ്രകാരമുള്ള പടിയേറ്റ് കർമ്മം തന്നെ നടത്തണം. പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പടിയേറ്റ് നടത്താൻ സാധിക്കൂ. കാരണം അവൾ പൂർണ്ണ മനസ്സോടെയും തികഞ്ഞ ബോധ്യത്തോടെയുമായിരിക്കണം അവൾ അമ്മയായി സ്വീകരിക്കേണ്ടത്. അങ്ങനെ തന്നെ നിശ്ചയിച്ച് ചാർത്തെഴുതിക്കോളൂ ജോത്സരെ. മീനാക്ഷിക്ക് 18 വയസ്സ് തികയുന്ന ദിവസം ചെമ്പകമംഗലത്ത് പടിയേറ്റ്. ഇതൊക്കെ എന്ത് ന്യായോ? ഇതിലെന്ത് അന്യായമാ? ഞങ്ങൾ ചെമ്പകമംഗലത്തെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഉള്ളപ്പോ പടിയിറക്കി വിട്ടവർക്കും ദത്ത് നിൽക്കുന്നവർക്കും ഒക്കെ അധികാരം കൊടുക്കുന്നത് ആലോചിച്ചിട്ട് വേണം. മിണ്ടരുത് നീ രാമഭദ്ര. ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ ഞാൻ നോവിച്ചിട്ടില്ല. പക്ഷെ ഇവളോട് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഡി, കെട്ടിച്ചു വിട്ടതാ നിന്നെ, വെറുതെ അല്ല, എല്ലാ അവകാശങ്ങളും തന്ന്. രാമഭദ്രന്റെ അച്ഛൻ ആ പാവം നമ്പ്യാര് ചേട്ടന് നാഴി വെള്ളം കൊടുക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിച്ച് ഭർത്താവിനെ ഇവിടെ പിടിച്ചു നിർത്തി നീ ചെമ്പകമംഗലം ഭരിക്കുക. മക്കളോട് വാത്സല്യം ഉള്ളതുകൊണ്ട് ഞാനും കൈമളയേട്ടനും അത് മനഃപൂർവ്വം അംഗീകരിച്ചു. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആസ്ഥാനത്ത് കയറി അഭിപ്രായം പറഞ്ഞാലേ ആടി തരും ഞാൻ. അതിന് കാരണം നിന്റെ ഭാഗത്ത് ഒരു ന്യായമില്ലാത്തതുകൊണ്ടാടി. കുടുംബത്തിൽ റോള് കുറഞ്ഞവര് അടങ്ങി നിന്നോണം. കാരണം അവരുടെ വോയിസ് ഞങ്ങൾ മാതാപിതാക്കളുടെ ദാനമാ. ചാർത്തെഴുതി ജോത്സരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.